ഇരിങ്ങാലക്കുട നഗരസഭ 2010 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 2009-2010 വർഷത്തേക്ക് 15 കോടിയിലധികം രൂപ പദ്ധതി വിഹിതമായി വിനിയോഗിക്കുന്നതിന് ചിലവ് പ്രതീക്ഷിക്കുന്നതായി ബഡ്ജറ്റിൽ പറയുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റ് അവതരണ വേളയിൽ ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് നടപടിക്ക് ശേഷം പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ അവസാനത്തിൽ മെയ് ആദ്യത്തിലോ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ള സ്ഥിതി നമുക്കുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ വാർഡുകളിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിന്റെ ഒരു ക്രോഡീകരണമൊക്കെ നടത്താനായിട്ട് സാധിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ വെച്ച് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് നമുക്ക് അതിന്റെ രൂപം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇലക്ഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം തന്നെയാണ് വാർഡ് സഭ ശിശുവാണ് വാർഡ് സഭയിൽ ഉണ്ടാകാനായിട്ട് നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ട് സാധിക്കില്ല. അപ്പോൾ അതും ഈ സാമ്പത്തിക വർഷത്തില് ഉണ്ടാവില്ല. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വാർഡ് സഭകളും വാർഡിലെ കാര്യങ്ങളും ഇതാണ് പൊതുവെയുള്ള ബഡ്ജറ്റ് അവതരണത്തെ കുറിച്ച്. റീജിയണൽ ഓഫീസിൽ ചോദിക്കാതെ മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ പോയിട്ടില്ല. അവരെ സ്വാധീനിച്ച് ചെയ്യിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പണം കൊടുക്കാൻ പറ്റില്ല. പണം കൊടുക്കണമെങ്കിൽ DPC അംഗീകാരം കഴിഞ്ഞിട്ട് കൃഷിയിൽ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഫുട്ബോൾ ചെയ്താകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം നല്ല നടപടികളൊന്നും ഇല്ലാതെ കാരണം അവരെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരെല്ലാം അവൈലബിൾ ആണ്. 12 മാസത്തിന് സബ്മേഴ്സിന് 10 കവികളുണ്ടെന്ന് പറഞ്ഞു. അവരോട് തരാൻ തയ്യാറാണ്.